ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനിക്ക് ഒരു കോൾ വരികയാണ്. അത് വേറെ ആരുമല്ല, അവൻ്റെ ആരാധികയാണ്. എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് അനിക്ക് ഒരു പാഴ്സൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ ആ ഒരു അജ്ഞാതയായുള്ള ആ ഒരു കാമുക്കി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനിയാണെന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്തെങ്കിലും പാഴ്സൽ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്നറിയാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഛർദി വന്നിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് ഫുഡ് പോയ്സൺ ആണെന്നാണ് സംശയം. അപ്പോൾ കിട്ടിയ അവസരമെന്ന് ആലോചിച്ചിട്ട് അബിയും ജലജയും കൂടിയിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോവേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് മാറാവുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിച്ചിട്ട് തന്നെ എന്തായാലും ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നവ്യാണ് നല്ല ടെൻഷനിലാണ്. അപ്പോൾ ഏത് ഡോക്ടറാണെന്നൊന്നും അറിയില്ലല്ലോ. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് മതി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. അതിനാണല്ലോ ഇപ്പോൾ അബിയാണെന്നുണ്ടെങ്കിലും ജലജയാണെന്നുണ്ടെങ്കിലും വന്നത്. അത് മനസ്സിലാക്കിയിരിക്കുന്ന നവിക്ക് വളരെയധികം ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ സമയം അവർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ വരാനായിട്ട് ഇനിയും വൈകുമെന്നാണ് തോന്നുന്നതെന്ന് പറയുകയാണ്. അപ്പം ഇനി അല്പസമയം കൂടി ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് വയ്യ. കുറേ നേരം നിന്നിട്ട് അവർക്ക് ക്ഷമക്ക് കിട്ടിപ്പോയിട്ട് അവർ തിരിച്ചു പോകാൻ പോകുന്ന സമയത്താണ് അവിടേക്ക് നേഴ്സ് എന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ദേ ഇപ്പോൾ ഒരു അല്പസമയത്തിനുള്ളിൽ എത്തും, ഇനിയിപ്പോൾ നിങ്ങൾ പോവേണ്ട, നിങ്ങൾ ആദ്യം കയറി കണ്ടോളാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവരവിടെ വീണ്ടും വന്നിരിക്കുന്ന സമയത്ത് ഡോക്ടർ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഇവരെ ആദ്യം തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ആദ്യം തന്നെ കയറി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നമ്പി കാണുന്നത് അന്ന് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് സംശയം തോന്നിയിട്ട് കൺഫേം ചെയ്ത ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ആണ് അവിടെ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നവിക്ക് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്കിങ്ങനെ ഛർദിയാണ്, തീരെ വയ്യ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും ഒരു ചെക്കപ്പും കൂടി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ജലജി അബിയും കൂടി പറയുന്നുണ്ട്. ആ സമയം ആ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, വയറൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നവ്യയായിട്ട് ആ ഡോക്ടർ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇത്ര നാളായിട്ടും നീ വീട്ടിലുള്ള ആരോടും തന്നെ സത്യം തന്നെ പറഞ്ഞിട്ടില്ലേ, ഇപ്പോഴും നീ പ്രഗ്നൻ്റ് ആണെന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സത്യം നിനക്ക് പറയാനായിട്ട് ഇത്ര സമയം കിട്ടിയല്ലോ, നീ എന്താ പറയാത്തത്? അല്ലെങ്കിൽ ഈ ഒരു സത്യം നിനക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് നീ ശരിക്കും പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നത് ഒന്നും നീ അതും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നീ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവരോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാനായിട്ട് പോവുകയാണ്. എനിക്ക് എൻ്റെ ഈ ഒരു എത്തിക്സിന് ചേർന്ന ഒരു കാര്യമല്ല, ഡോക്ടർ എന്ന രീതിയിൽ ഇതെനിക്ക് പറ്റുന്നൊരു കാര്യമല്ല. അന്ന് നീ ഭീഷണിപ്പെടുത്തിയോണ്ട് ഞാൻ സമ്മതിച്ചു, ഓക്കെ, ഇനി ഞാൻ എന്തായാലും എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നവ്യ കൈകൂപ്പിയിട്ട് പറയുന്നുണ്ട് ഡോക്ടറെ എനിക്കിത് പറയാനുള്ള ഒരു സാവകാശം തരണം, ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാനിത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കണ്ട, ഇനിയിപ്പോൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ അവളുടെ ആ ഒരു ഉറപ്പിന്മേൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാനിത് എല്ലാവരോടും പറയേണ്ടി വരും എന്നുള്ളൊരു താക്കീതും കൂടി ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് മെഡിസിൻസൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത മാസം ഒരു ചെക്കപ്പിനായിട്ട് വരണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുലുക്കമില്ലല്ലോ, കുഞ്ഞിനും ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നൊരു സങ്കടത്തിൽ അബിയും ജലജയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനി വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ വന്നിട്ട് അവളുടെ ബാക്കിയുള്ള കസിൻസ് ഗേൾസ് ഇരുന്നിട്ട് അങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ ഒരു നെയിൽ പോളിഷ് ഇടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവിടുത്തെ ആ ഒരു കസിൻസ് പറയുന്നുണ്ട് ഇപ്പോൾ എന്താ ഈ നേരത്തൊന്നും നെയിൽ പോളിഷ് ഇടാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, പക്ഷേ എന്തോ ഒന്ന് തപ്പിക്കൊണ്ട് വന്ന പോലെയാണല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അനിയോട് പറയുകയാണ്. ഞാനിത് തപ്പിക്കൊണ്ട് വരാൻ ഞാൻ നിങ്ങളോട് ജസ്റ്റ് കുശലാന്വേഷണം നടത്തിയതാണെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവരെടുത്തത് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിൽ നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ദേവയാനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വല്ല പാഴ്സൽ വന്നെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഇല്ല എന്ന് പറയുകയാണ്. അതിനുശേഷം അവിടെയുള്ള എല്ലാവരോടും ചോദിക്കുകയാണ് ഇങ്ങനെ എനിക്ക് വല്ല പാഴ്സൽ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നയൻ അവിടെ നിൽക്കുന്നുണ്ട്.
അതിനുശേഷം ആനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്താണ് ആനി, എന്താ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വല്ല പാഴ്സൽ വന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്കെന്താ അങ്ങനെ തോന്നാനായിട്ടൊന്നും നിന്നോട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കങ്ങനെ മനസ്സിൽ തോന്നിയായിരുന്നു, എനിക്കെന്തോ ഒരു പാഴ്സൽ വന്ന പോലെ തോന്നിയായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ തോന്നാനൊരു വഴിയില്ലല്ലോ, ഒന്നെങ്കിൽ അവൾ നിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവായിരിക്കും നിനക്ക് വല്ല പാഴ്സൽ വന്നിട്ടുണ്ടാവുമെന്ന്, അല്ലാതെ നിനക്ക് ഇങ്ങനെ തന്നെ തോന്നാനായിട്ടൊന്നൊരു വഴിയില്ലല്ലോ എന്ന് നയന അനിയോട് സംസാരിക്കുകയാണ്. ഗിഫ്റ്റും പൊതിയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും കഴിച്ചായിരുന്നു, നീയും കൂടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു പണി തീർന്നായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഇടത്തി ഭക്ഷണം വേണ്ടെന്ന് പറയണം. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ആദ്യം നിൻ്റെ ശരീരം നോക്ക്, എന്നിട്ട് നിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും കടക്കാം, നീ ആദ്യം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നയനെ നിർബന്ധിച്ചത് പ്രകാരം നേരെ അനി ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു ഗിഫ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഏടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഏടത്തി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞാൽ നിനക്കതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതെന്തായെന്നോ ചോദിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ആദർശ് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ ഭക്ഷണത്തിന് പകരം ഇപ്പോൾ ഗിഫ്റ്റൊക്കെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് ആദർശ് വരുന്നത്. അതല്ല ഏട്ടാ, ഒരാൾക്ക് എങ്ങനെ സർപ്രൈസ് തരണം എന്നും ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഏടത്തി എന്നൊക്കെ നമ്മുടെ ആദർശിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ കാര്യം തെളിച്ച് പറയുമെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ തരണമെന്ന് എൻ്റെ ഏടത്തിയെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു പുസ്തകമാണ് ഇരിക്കുന്നത്. അതിൽ അനിയുടെ കവിതകളും അനിയുടെ ഫോട്ടോയൊക്കെയാണ് ആദ്യം പ്രിൻ്റ് അടിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടോ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയും കവിതയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അനിയുടെ ആരാധികയുണ്ട്, അവൾ അനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് അനി അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അനി കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ആ പുസ്തകത്തിൽ നിന്ന് ഒരു പേപ്പർ താഴെ വീഴുന്നുണ്ട്. ആ പേപ്പർ എടുത്തിട്ട് അനി വായിച്ചു നോക്കുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഈ ഏറ്റവും പ്രിയപ്പെട്ട ഇങ്ങനെ കവിത എഴുതുന്ന ആളെ എനിക്ക് കാണാനായിട്ട് താല്പര്യമുണ്ട്, ഞാൻ ഇന്നൊരു റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്നുണ്ട്, എത്രയും വേഗം വായു എന്നാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നേരെ തന്നെ അനിയാണെന്നുണ്ടെങ്കിൽ നയനിക്ക് കാണിച്ചു കൊടുക്കണം. എന്താ എടുത്തി ഈ ലെറ്ററിൻ്റെ ഉള്ളിൽ എഴുതിക്കുന്നെന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാടാ, നിനക്ക് ഈ ഒരു പുസ്തകം സംബന്ധിച്ച നിൻ്റെ ആ ഒരു ആരാധിക നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ, നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണാനായിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് നയന അവളെ അവനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തിൽ ആരാധികയെ ഇപ്പം കാണാമെന്നുള്ളൊരു സന്തോഷത്തിൽ അനി നേരെ അവിടേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മൂർത്തിയാണെന്നുണ്ടെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കുറച്ച് സംസാരിക്കുകയാണ്. നീ ഇപ്പോഴും നയന മോളെ മനസ്സിലാക്കിയിട്ടില്ല, നിൻ്റെ അമ്മയ്ക്ക് അവളോട് വളരെയധികം ദേഷ്യമാണ്, അവൾ എന്ത് ചെയ്താലും അവൾ തെറ്റായിട്ട് മാത്രമാണ് കാണുന്നത്, അവളുടെ നന്മ പോലും കാണാനായിട്ട് സാധിക്കുന്നില്ല, അവൾ ചെയ്യുന്ന എല്ലാത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട് അവൾ നല്ലൊരു മരുമകളല്ല എന്നല്ല, ബാക്കി എല്ലാവർക്കും അവളോട് വളരെയധികം ഇഷ്ടമാണ്, ഇന്ന് വരെ അവൾ ഈ വീട്ടിൽ ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, നിൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് അവളോട് ഇത്രയധികം ദേഷ്യം, അവളെ എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന അവളുടെ കണ്ണിലൂടെ നോക്കിയിട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കരുത്, അതുകൊണ്ട് നീ അവളുടെ സ്നേഹത്തിൽ പെരുമാറണം, നീ ചെയ്തതൊക്കെ ഞങ്ങൾ മറന്നുപോയി എന്ന് വിചാരിക്കരുത്, അവളുടെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതൊക്കെ നീ ഒരു സ്വപ്നമായി കണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു കാര്യമായി കണ്ടുകൊണ്ട് ഇനി അവളുമായിട്ട് മുന്നോട്ട് വളരെയധികം സ്നേഹത്തിൽ ജീവിച്ചു പോകണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കണം, ഞാനും മുത്തശ്ശിയും അങ്ങനെ വിട്ടുകൊടുത്ത് പരസ്പരം ഒരാളുടെ മുമ്പിലും തോറ്റുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളും ജീവിച്ചു പോയത്, അതുപോലെയുള്ള ഒരു ഭാര്യയും ഭർത്താവായിട്ട് നീയും നയന മോളും മാറണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുകയാണ് മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഒരു അക്ഷരം മിണ്ടാതെ ആദർശ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനിയാണെന്നുണ്ടെങ്കിൽ ആ ആരാധികയെ തപ്പിയേക്കൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് അനി ആദ്യമായിട്ട് ആ ആരാധികയെ കാണുന്നുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ രംഗങ്ങളൊക്കെ ഇത് കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും ആദർശും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്ന് പറയുകയാണ്. ആ സമയമാണ് അവിടേക്ക് ഹോസ്പിറ്റലിൽ നിന്നും ജലജയും അബിയും നവിയും കൂടി കയറി വരുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്തായി ഡോക്ടറെ
കാണാൻ പോയിട്ടെന്ന്. അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ശരീരത്തിനൊന്നും കുഴപ്പമില്ല, കുഞ്ഞിനും കുഴപ്പമില്ല എന്ന് പറയുന്നതെന്ന് പറയാണ്. അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു പെണ്ണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താണ് ചെറിയമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അല്ല, നിനക്കിപ്പോൾ 2 മാസം ആവാറായില്ലേ, ഇതുവരെയായിട്ടും നിനക്കൊരു വയറ് പോലും വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. നിൻ്റെ ശരീരം കണ്ടിട്ടും നീ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നവ്യ അപ്പം തന്നെ പറയുന്നുണ്ട്, ആ ഇത് തന്നെയാണ് എൻ്റെ അമ്മയും പറഞ്ഞത്, എന്നെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അമ്മയ്ക്ക് വയറൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടാൽ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നും കൂടി ഉണ്ടായിരുന്നില്ല, അതേ രീതി തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നതെന്ന് നവ്യ പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയും ജാനകിയും നയനയും എല്ലാവരും തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നമ്മളെല്ലാ കൊല്ലം ഇവിടെ പൊങ്കൽ ആഘോഷിക്കാറുണ്ടായിരുന്നു, അപ്പോൾ അതേപോലെ തന്നെ ഈ കൊല്ലവും ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ കൊല്ലവും വ്രതങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാ ആഘോഷങ്ങളും ഭംഗിയാക്കിയിരുന്നത് ദേവയാനിയാണ്. പക്ഷേ ഇപ്രാവശ്യം നിൻ്റെയും മുത്തച്ഛൻ്റെ ഒരു ആഗ്രഹം അത് നയനമോള് ചെയ്യണമെന്നാണ് എന്ന് പറയുകയാണ്. അത് കേട്ടുകൊണ്ട് നയനയ്ക്ക് ആ ഒരു സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് ദേവയാനി ഇത്ര നാളും തനിക്കുണ്ടായിരുന്ന ആ ഒരു പദവി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് ഇന്നലെ വന്ന അവൾക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് ദേവയാനി അപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി എണീക്കുകയാണ്. ദേവയാനിയുടെ മുഖമൊക്കെ ആകെ മാറുകയാണ്. അങ്ങനെ ദേവയാനി കാണിച്ചുകൊണ്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുക. വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ. അതുവരേക്കും ബൈ.